ഹായ് ഹായ് പ്രിയപ്പെട്ടവരെ, സിസ്ബ്രോസ് വീഡിയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ചങ്ങായിൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് കുറ്റിയിടുന്നുണ്ട്. ആ വീട്ടിൽ കൂടുതലും അതുപോലെയുള്ള ചടങ്ങുകൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ ഈ വീടിന് കുറ്റിയിടുന്ന ചടങ്ങ് അപൂർവമായിട്ട് ആൾക്കാർ കണ്ടിട്ടാവും നമുക്ക് തോന്നുന്നത്. കണ്ടിട്ടുണ്ടാവും, എന്നാലും അത് എല്ലാവരും ഒന്നും കാണാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, ഇങ്ങനെ കുറ്റിയിടലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. കുറേ മുള്ളുണ്ട് നിലത്ത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെരങ്ങി കളിക്കുന്നു. ഇത് മഹേഷ് ഇവൻ്റെ ആണ് വീടിൻ്റെ കുറ്റിയിടൽ. നമ്മൾ ഒരുപാട് നാടകത്തിൽ അതുപോലെ മുറുക്ക് വൈബ്സിൻ്റെ വീഡിയോയിലെല്ലാം ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. നല്ലൊരു കലാകാരൻ കൂടിയാണ് ഇവൻ. തളിപ്പറമ്പ് മുള്ളൂരിലുള്ള പഴയപുരയിൽ വാസുദേവൻ ആശാര്യാണ് കുറ്റിയടിക്കുന്ന കർമ്മി. മഹേഷിൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, കുടുംബക്കാരനാണ് ഇവർ. കുറ്റിയിടൽ കർമ്മത്തിന് മുന്നോടിയായിട്ടുള്ള പൂജ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് കുറ്റിയിടൽ ചടങ്ങിൻ്റെ കുറ്റി. ദേവതാര എന്ന മരത്തിൻ്റെ തടി ചെറുങ്ങനെ ചെത്തി ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതാണ് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എൻ്റെ ഒരു ചങ്ങായിൻ്റെ അച്ഛൻ ഇതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഓരോ പൂജാ സ്റ്റോറിൽ, അതായത് മയ്യിൽ, കണ്ണൂർ, മട്ടന്നൂരെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിൽക്കലുണ്ട്. അവർക്ക് വെച്ചാൽ കോഴിക്കോടുള്ളൊരു ടീം ഇങ്ങനെ മരത്തിൻ്റെ തടി ഇറക്കി കൊടുക്കും. അപ്പോൾ ഓർ ഇതുപോലെ ചെറിയ രീതിയിൽ കുറ്റിയടിക്കുന്ന രീതിയിൽ കണക്കാക്കിയിട്ട് ചെത്തി ഉണ്ടാക്കിയിട്ടാണ് ഓരോ പൂജാ സ്റ്റോറിലും കൊണ്ടുപോയി വിൽക്കുന്നത്. ഈ കുറ്റിയിടൽ ചടങ്ങിന് വേണ്ടി പങ്കെടുക്കുന്ന ബന്ധുക്കളും നാട്ടുകാരെല്ലാം തൊഴുത് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഈ കുറ്റീൻ്റെ വില എന്ന് പറഞ്ഞാൽ, അതായത് കുറ്റിയിടലിൻ്റെ കുറ്റീൻ്റെ വില എന്ന് പറയുന്നത് 500, 550, 600, 650, 700 ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നത്. ഓരോ സൈസ് ഉണ്ടാവും തോന്നുന്നു, ഓരോ വലിപ്പത്തിനനുസരിച്ചിട്ട് പൈസ കൂടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ചില സ്ഥലത്തിൻ്റെ ഒരു കൂട്ടലും കുറക്കലെല്ലാം ഉണ്ടാവുമായിരിക്കും. മഹേഷ് കണ്ണൂരിൽ പോലും വാങ്ങിനി. അപ്പോൾ 500 രൂപയ്ക്കാവും മഹേഷ് വാങ്ങിയെന്നാണ് പറഞ്ഞത്. വീടെല്ലാം എടുക്കുന്നതിൻ്റെ ആ ഭൂമിൻ്റെ കന്നിമൂല എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. ആ സ്ഥാനത്താണ് സാധാരണയായിട്ട് കുറ്റിയടിക്കൽ. വിശ്വാസപരമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ കുറേ ആളോട് അന്വേഷിച്ചാലോ എനിക്ക് കിട്ടി വരുന്നത് വെച്ചാൽ ചെതൽ വരാതിരിക്കാനുള്ളൊരു അതിന് വേണ്ടിയിട്ട്, ചെതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. കുറേ ആളോട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും വേറെ ഒരു നിർവചനമോ പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. കുറ്റിയടിക്കൽ ചടങ്ങ് കഴിഞ്ഞ ശേഷം ചായയും കടിയെല്ലാം ഉണ്ട്. പൂജ ചെയ്ത പ്രസാദം സന്തോഷമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഉണ്ണിയപ്പം, കോയലപ്പം, ബേക്കറി സാധനം, ബാക്കി ബേക്കറി സാധനം ഇങ്ങനെല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞത് ഈ ഒരു ചടങ്ങിന് ഒരു നിർബന്ധം എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും കണ്ടുവരൽ, എല്ലായിടത്തും ഉണ്ടാവലുണ്ട്. അപ്പുറത്തിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കലാണ്. സെമീർ ഒരു പ്ലേറ്റിൽ അങ്ങനെ തന്നെ എടുത്തോണം തിന്നലാന്ന്. അല്ല, ഈ ചേച്ചിയല്ല അത്രയാ അപ്പുറത്ത് തിന്നു. വായി എടുക്കുന്നുണ്ട്. വീഡിയോ
ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ടാറ്റാ.